അസ്സലാമു അലൈക്കും. ഇടത് എന്നാൽ ഇസ്ലാം എന്ന ഒരു വിഷയത്തിൽ രവിചന്ദ്രൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് രവിചന്ദ്രൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് വീഡിയോയിലേക്ക് നമ്മൾ കിടക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരിട്ടപ്പോൾ തന്നെ വല്ലാതെ ഈ പറഞ്ഞ കുരുവംശത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരുടെ ധാരണ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ CPM-നെതിരെയുള്ള ഒരു ഇസ്ലാമിക പക്ഷപാത ആരോപണമാണ്, അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ഡെല്യൂഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ബഹളം എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ചിലത് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് വളരെ നന്നായി, ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുസ്ലിം വോട്ട് കിട്ടും, അവരാളാണ് ഞങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കമന്റൊക്കെ എഴുതുന്നവരോ? അവർക്ക് അറിയില്ല, നിങ്ങൾ ചെയ്തതാണ് നല്ലത് എന്ന് കമന്റ് മെസ്സേജ് അയച്ചവരുണ്ട്. രണ്ടും ഞാനിങ്ങനെ ഒരു ഹോർലിക്സ് കുപ്പിയിലിട്ട് ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടു തരം കമന്റുകൾ. എന്തായാലും സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതല്ല. യഥാർത്ഥത്തിൽ നമ്മളിത് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം മതപ്രീണനമൊക്കെ നടത്തുന്നതും ഈ ഒരു വിഷയം അല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഒരു ബൗദ്ധിക മാനങ്ങളുള്ള അന്തർദേശീയ തലത്തിൽ തന്നെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇടത് എന്നാൽ ഇസ്ലാമാണെന്ന് പറയുന്ന പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പല ആളുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇതിനെ എതിർത്തുകൊണ്ടുള്ള കുറേ പോസ്റ്ററുകളൊക്കെ അല്ലെങ്കിൽ കുറേ കമൻസൊക്കെ ഇട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? ചില ആളുകൾ അദ്ദേഹത്തോട് സ്വകാര്യമായി പറഞ്ഞത്രേ, ഇത് നല്ലതാണ്, കാരണം അവരുടെ ആളുകളാണ് അവരുടെ ആളാണ് നമ്മളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടത് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ, എന്നാൽ ഞാൻ അവരുടെ വോട്ട് കിട്ടുമെന്നാണ്. അപ്പോൾ ഇവിടെ രവിചന്ദ്രൻ ചെയ്യുന്നൊരു കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടത് എന്നാൽ ഇസ്ലാം എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക, ഈ ഗ്ലോബലായിട്ടുള്ള ലെഫ്റ്റ്, റൈറ്റ്, കൺസർവേറ്റീവ്, പ്രോഗ്രസീവ് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കേരളത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഹിന്ദുക്കളെ അവർ ഒഴിവാക്കുന്നു എന്ന സംഘപരിവാർ പ്രചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് രവിചന്ദ്രൻ ഇത് അവതരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. ഇവിടെ രവിചന്ദ്രൻ ചെയ്യുന്നത് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്താണ്? ഞാൻ അതല്ല പറയുന്നത്. കാരണം എന്താ, നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് സംഘപരിവാർ പറയുന്നു അതേ കാര്യം തന്നെ രവിചന്ദ്രൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സംഘപരിവാറിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള, രവിചന്ദ്രൻ ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും. അത് കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇടത് ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കുറേ കിട്ടും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ വാദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ കിട്ടും, ആ കിട്ടുന്നത് കമ്മ്യൂണിസത്തിന് ഗുണകരമാണ് എന്നുള്ളത് കമ്മ്യൂണിസത്തിൽപ്പെട്ട ആരോ പറഞ്ഞത്രേ. ഒന്നുകിൽ കളവാണ്, അല്ല ഇനി അത് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒന്നുകിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുള്ളത്. അങ്ങനെ സാധ്യതയില്ല, രണ്ടാമത്തിന് സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം ഇടത് എന്നാൽ ഇസ്ലാമാണ് എന്ന് പറയുന്നതോടുകൂടി പലപ്പോഴും മുസ്ലിങ്ങൾക്ക് അമിതമായിക്കൊണ്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ അവർക്ക് കുറയും. അത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. ആ കാര്യം മുപ്പരും മിണ്ടണേ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് ഇടത് എന്ന് പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചത്, അതായത് രവിചന്ദ്രൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതല്ല എന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയും? അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, ഇത് ഗ്ലോബലി ഉള്ള ലെഫ്റ്റാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് വിവരിക്കുമ്പോൾ എന്താണെന്നറിയോ? പഞ്ചപാണ്ഡവർ 4 കട്ടിൽക്കാൽ പോലെ 3 പേർ എന്ന് പറഞ്ഞ പോലെ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പാളി ഈ വീഡിയോ മൊത്തത്തിൽ. കാരണം അദ്ദേഹം ആക്ച്വലി ഇവിടെയുള്ള ഗ്ലോബലി ഉള്ള ലെഫ്റ്റിനെ കുറിച്ച് പറയും, റൈറ്റിനെ കുറിച്ച് പറയും, അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ്, ഫ്രഞ്ചിലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യണത്. എന്തിനാണ്? ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള വിഷയമല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്ന് നമ്മളെ ബോധിപ്പിക്കാനുള്ള ശ്രമം, അത് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇദ്ദേഹം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ അതിനെ വിവരിക്കുകയും ഒക്കെ പറയുന്നുണ്ട്. എന്നതിന് ശേഷം 2 ക്രൈറ്റീരിയയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇസ്ലാമിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ റൈറ്റാണ്, ഇസ്ലാമിനെ നിങ്ങൾ എതിർക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ ലെഫ്റ്റാണ് എന്നാണ് ഉടനീളം ഈ വിഷയത്തിൽ പറയുന്നത്. എന്നിട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോയി ഗ്ലോബൽ പൊളിറ്റിക്സിലുള്ള ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയുന്ന ഉദാഹരണങ്ങൾ മുഴുവൻ ഇന്ത്യയിലും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പാർട്ടികൾ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത് മുഴുവൻ.
ഇതാണ് ഇതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. രവിചന്ദ്രൻ ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടിയുള്ള അടിമപ്പണിയാണ്. സംഘപരിവാർ ഇവിടെ പറയുക രവിചന്ദ്രൻ ഒരു സംഖ്യയാണെന്നാണ്. ഞാൻ പറയുന്നത് സംഖ്യ എന്നല്ല, വെറും സംഖ്യയല്ല, സംഘപരിവാറിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ആളാണ് രവിചന്ദ്രൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹം കൺസർവേറ്റീവ്, അതേപോലെ തന്നെ പ്രോഗ്രസീവ്, ഈ വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ആശയങ്ങൾ മൊത്തമൊക്കെ എടുത്തുവിട്ട് അവസാനം ചെയ്യുന്ന എന്താണെന്നറിയോ, ഒറ്റ ക്രൈറ്റീരിയയിലേക്ക് അവസാനം കൊണ്ടുപോകണം. എന്ത്? നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടോ? വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റാണ്, വിമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അടിസ്ഥാന സിദ്ധാന്തം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ റൈറ്റാണ്, നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ലെഫ്റ്റാണ് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. സംഘപരിവാർ പാളയങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ വിഷയത്തിലെല്ലാം തന്നെ ഇടതുപക്ഷത്തുള്ള പൊളിറ്റീഷ്യൻസ് കൃത്യമായി ചെയ്യേണ്ടത് ചെയ്തില്ല, ഇസ്ലാമിനെ വിമർശിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ആരുടെ ആശയങ്ങളാണ്? ഇത് സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നൊരു കാര്യം സൽമാൻ റുഷ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സൽമാൻ റുഷ്ദി തസ്ലീമ നസ്രീനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം എന്താ അറിയോ, തസ്ലീമ നസ്രീന്, സൽമാൻ റുഷ്ദി ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അതിനെ എതിർക്കുന്നില്ല. സൽമാൻ റുഷ്ദിക്കെതിരെയുള്ള ആക്രമണം ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലയിലെ ലെഫ്റ്റ്, സംസ്ഥാനത്തെ ലെഫ്റ്റ്, രാജ്യത്തെ ലെഫ്റ്റ് എങ്ങനെയാണ് അല്ല പുറത്ത് എങ്ങനെയാണ് കാണുന്നത്? ഇച്ചിരി പിടുത്തമുണ്ടോ? ചിലർക്ക് അന്ന് പറഞ്ഞിരിക്കും മതത്തിന്റെ ഇരയാണ് സൽമാൻ റുഷ്ദി, ഇതിനൊരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എത്ര പേര് ആർജത്തോടെ വിമർശിക്കും? അവിടെ ഒരു പിടുത്തമുണ്ടാവും, പരിങ്ങളുണ്ടാവും, പലരും കണ്ടില്ലെന്നടിക്കും. അതേസമയം ഇതേപോലെ ഒരു ഇരയാണ് തസ്ലീമ നസ്രീൻ. തസ്ലീമ നസ്രീന് വേണ്ടി ഇവിടെ പശ്ചിമബംഗാളിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കായിരുന്നു ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇരുന്ന സമയത്ത്. സോക്കോൾ ഇടതുപക്ഷം ഗവൺമെന്റിനും അങ്ങനെ പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഊർജ്ജസ്വലമായി വാദിക്കേണ്ടതല്ലേ? വാദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇസ്ലാമിനെ പിണക്കുന്നു, ഇസ്ലാമിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്താവുന്നു, അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് അല്ലാതായി മാറും. അതുകൊണ്ടാണ് അവർ പിടിക്കുന്നത്. ഷാലി ഹബ്ദോയുടെ കാർട്ടൂണിനൊക്കെ പ്രകാശ് കാരാട്ട് പോലും എന്തിനാണ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് പടം വരച്ച് പടമാവാൻ പോകുന്നത്? ചോദിച്ച കാര്യമാണ്. വേറെയൊക്കെയാണ് കുഴപ്പമില്ല. ഹുസൈന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഹുസൈൻ സരസ്വതിയുടെ ചിത്രം വരച്ചു, വേറെ ആരുടെ ചിത്രം വരച്ചു, അതിനകത്ത് നഗ്നതയുണ്ട്, എന്താ കുഴപ്പം? അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നോ പ്രോബ്ലം. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ നിലകൊള്ളുന്നവരാണ്, ഇടതാണ് ഞങ്ങൾ. ഇപ്പൊ നല്ലതാണ്ട് പടം പത്താൻ എന്ന് പറഞ്ഞ പടം, പത്താൻ സാമ്പത്തിക വിജയിച്ച പടമാണ്. അതിനെതിരെ സംഘപരിവാറിനെയാണ് തോന്നുന്നു കുറെ ഹാൻഡിൽസ് ഒക്കെ കുറെ വിമർശനങ്ങളൊക്കെ നടത്തി. അതിനെതിരെ ഇവിടെ ഭയങ്കര വീശിയായിരുന്നു. എന്താണ് ഇപ്പം വിജയിക്കുന്നത്, നമുക്ക് കയറി കാണാം ഈ പടം, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഹാൻഡിലെല്ലാം വേണമായിരുന്നു. പടം വിജയിച്ചു, ഓക്കെ, നല്ല കാര്യം. അത് കഴിഞ്ഞ് വേറെ പടം ഈശോ എന്ന് പറഞ്ഞ പടം. ഈശോ എന്ന് പറഞ്ഞ പടം ഈ പറയുന്ന ഈ ക്രിട്ടിക്കൽ ഏരിയയിൽ വരുന്ന പടമല്ല. ആ പടം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രൈസ്തവരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ കുറെ ആളുകൾ വെള്ളമൊക്കെ ഉണ്ടാക്കി. അത് ഞങ്ങൾ പടം കയറത്തില്ല. പക്ഷെ അതിനെതിരെയായിരുന്നു ആളുകൾ, മനസ്സിലായി? ഈ കാരണം വെച്ചാൽ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും എല്ലാം തന്നെ അവർ ഐഡന്റിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനെതിരെയാണ്. വേറെ ചില പടങ്ങൾ വന്നത്, ഏത് പടങ്ങളാണെന്ന് ഞാൻ പറയുന്നത്, ആ പടങ്ങൾ വന്നപ്പോൾ ആ പടത്തിനെതിരെയായി. എല്ലാം ഇവിടെ എല്ലാം പ്ലേ ചെയ്യുന്ന ക്രിട്ടിക്കൽ സാധനം എന്താണ്? ഇസ്ലാമാണ്. പിന്നെ ഷാർലി ഹെബ്ദോ, ഇതുണ്ടല്ലോ ഷാർലി ഹെബ്ദോ അതിൻ്റെ കാർട്ടൂണുകൾ, ആ കാർട്ടൂണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകാശ് കാരാട്ടൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചു. പ്രകാശ് കാരാട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അതിനൊക്കെ നെഗറ്റീവായിക്കൊണ്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു പക്ഷം, ഇസ്ലാമിൻ്റെ ഭാഗം എന്ന് കൃത്യമായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ തസ്ലീമ നസ്രീൻ ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൽമാൻ റുഷ്ദി ആകട്ടെ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ മതവിമർശനമല്ല നടത്തിയിട്ടുള്ളത്, മത അവഹേളനമാണ്. ഇത്തരം അവഹേളനങ്ങൾ ശരിയല്ല. ഇവിടെ രവിചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കും തുമ്പിൽ അവസാനിക്കുന്നു. നോക്കൂ, നിങ്ങൾ മൂക്കും തുമ്പിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ പോയി അടിക്കാനോ ആക്രമിക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. അക്രമത്തിലൂടെ മനുഷ്യന് വേദനയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ രവിചന്ദ്രൻ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, വേദനകൾ എന്ന് പറയുന്നത് ശാരീരികമായ വേദനകൾ മാത്രമല്ല, മനസ്സിനൊരു വേദനയുണ്ട്. ഇവിടെ ഷാർലി ഹെബ്ദോ ആകട്ടെ, തസ്ലീമ നസ്രീൻ ആകട്ടെ, സൽമാൻ റുഷ്ദി ആകട്ടെ, ഇവരെല്ലാം തന്നെ മതത്തെ അവഹേളിക്കുകയും കോടാനുകോടി മുസ്ലിങ്ങൾ തൻ്റെ ജീവനേക്കാളും സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, വിമർശിക്കുകയല്ല. ഇവിടെ ഷാർലി ഹെബ്ദോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള അതിന്റെ കാർട്ടൂണുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആ കാർട്ടൂണുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിഷേകമായി എത്രയോ വിമർശനങ്ങൾ ലോകത്തിൽ ഉടനീളം തന്നെ എക്കാലത്തും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെല്ലാം തന്നെ മുസ്ലിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ അതിനെ ഇത് പാടില്ല എന്ന തരത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. അവിടെ കൃത്യമായി തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ അവർ എപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഇത്തരം വിമർശനങ്ങൾ കൊണ്ടാണ്. ഇത് കൃത്യമായി തന്നെ മുസ്ലിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ഷാർലി ഹെബ്ദോ എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ, അവഹേളിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പൂർണ്ണമാകുന്നുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് ഒരു ദുശ്ശാഠ്യമാണ്. അത് ശരിയല്ല. അതാണ് ഇസ്ലാമിന്റെ നിലപാട്, അതാണ് പുരോഗമിച്ച വ്യക്തികളുടെ നിലപാട്, മനുഷ്യരുടെ നിലപാട് എന്ന് പറയുന്നത്. മറ്റേത് അപരിഷ്കൃതരായ മനുഷ്യരുടെ സ്വഭാവമാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പേരിൽ തനിക്ക് തോന്നിയത് മുഴുവൻ പറയുക, തോന്നിയത് മുഴുവൻ വരയ്ക്കുക, ലോകത്ത് എത്രയോ ആളുകൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ വളരെ വികൃതമായി കൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാകൃത സ്വഭാവത്തിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് രവിചന്ദ്രൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മൂക്കിൻ തുമ്പിലാണ് അതിന്റെ അവസാനം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ടത്, ഒരു മനുഷ്യനെ അവഹേളിച്ചുകൊണ്ട് ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ മനുഷ്യനെ തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ഈ വിഷയമായിട്ടുള്ള. ഇനി അടുത്തതായി പറയുന്നത് നോക്കൂ, ഹുസൈൻ ചിത്രം വരച്ചത്, MF ഹുസൈൻ ചിത്രം വരച്ചത് പിന്നെ ഇവിടെയുള്ള ഹിന്ദു സമുദായം പിന്നെ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്ന ഒരു DTയെ മോശമായി കൊണ്ട് ചിത്രീകരിച്ചതിനെ കുറിച്ച് ആരൊന്നും മിണ്ടുന്നില്ല. നോക്കൂ, രവിചന്ദ്രൻ സത്യത്തിൽ ശാഖയിൽ നിന്ന് ഇറങ്ങി വന്നതാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. കാരണം എന്താണെന്നറിയാം, ഇവിടെ പലപ്പോഴും RSSന്റെ സംഘപരിവാറിന്റെ വക്താക്കൾ എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. MF ഹുസൈൻ അത്തരത്തിലൊരു ചിത്രം വരച്ചതോ അതേപോലെ തന്നെ ആ അവിടെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ചതിന് ഇവിടെ ഒരു മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല. ഖുർആൻ അംഗീകരിക്കുന്നില്ല, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മറ്റൊരാളുടെ അവരാരാധിക്കുന്ന ഡേറ്റുകളെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മോശമാക്കി സംസാരിക്കരുത് എന്ന് ഖുർആനാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ചെയ്യുന്നവർ അതെന്താണ്, തെറ്റാണ് ചെയ്യുന്നത് എന്ന് അസന്നിഗ്ധമായിക്കൊണ്ട് തന്നെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇരിക്കെ MF ഹുസൈനെ ന്യായീകരിക്കാൻ ആരാണ് ഇവിടെ വരിക? ഒരു മുസ്ലിമും തയ്യാറാവില്ല. ഇതിനെതിരെ ആരെങ്കിലും മിണ്ടാതിരുന്നു എങ്കിൽ ആ മിണ്ടാതിരുന്ന ആളുകൾ ചെയ്യുന്നത് തെറ്റാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. MF ഹുസൈൻ ചെയ്തത് 100% തെറ്റാണ്. അതിന് അയാൾക്ക് എന്താണോ ഇന്ത്യയിലെ നിയമപ്രകാരം അതിനെ ശിക്ഷിക്കാൻ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏതൊരു മുസ്ലിം ഈ ലോകത്ത് പറയുക എന്നുള്ളത്. അടുത്തത് പത്താൻ സിനിമ വിജയിപ്പിച്ചതുമായിട്ട്, അത് ഇടതാണ് വിജയിപ്പിച്ചത്, നല്ല കാര്യമെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ചില സിനിമകൾ പിന്നെ ഇറങ്ങി, അത് ഞാൻ പറയുന്നില്ല, അതിനെതിരെയായിരുന്നു ഇടത്. നോക്കൂ, RSS പാളയത്തിൽ നിന്ന് മാത്രം വരുന്ന ഡാറ്റകൾ എന്തുകൊണ്ടാണ് ഈ സംഖ്യയായ സംഘപരിവാറിന്റെ വക്താവായ രവിചന്ദ്രൻ അല്ല, സംഘപരിവാറിന്റെ അടിമയായ രവിചന്ദ്രൻ പറയുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു യുക്തിവാദ പ്ലാറ്റ്ഫോമിൽ, ഒരു നാസ്തിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. സംഘപരിവാർ പറയുന്നു അതേപോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇസ്ലാമാണ് ഇവിടുത്തെ മെയിൻ, ഇസ്ലാമിനെതിരെ വരുന്നതിനാണ്, ഇസ്ലാമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന തരത്തിൽ. ഇടത് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന നിലക്കാണ് അദ്ദേഹം ഇവിടെ കാര്യം. ഇനി നീണ്ടു പോവാ. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് പിന്നെ വരുന്നതിൽ എന്തിനാണ് ഇവർ തടസ്സം പറയുന്നത് എന്നാണ് ചോദ്യം. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നിയമം എന്നുള്ളതാണ് രവിചന്ദ്രൻ. അല്ലാതെ നാസ്തികർ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നിയമമല്ല അവിടെ കൊണ്ടുവരുന്നത്. ഏകീകൃത നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫ്രീഡം ഉണ്ടല്ലോ, അത് ഇല്ലാതാവുകയാണ് ചെയ്യണത്. പിന്നെ പറയപ്പെട്ട രീതിയിൽ പല മതക്കാർക്കും അവരുടെ സിവിൽ ലോസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ എപ്പോഴും എടുത്തു പറയേണ്ടല്ലോ. UDHR അതിലൊക്കെ ഉള്ളൊരു സംഭവമാണത്. അവർക്ക് അവരുടേതായ ജീവിതം ജീവിക്കാൻ കഴിയണം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ വിചാരിക്കുന്ന സാധനമല്ല, നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, നാസ്തികർ എന്ന് പറയാം. രവിചന്ദ്രൻ നാസ്തികൻ ആണെങ്കിലും സംഘപരിവാർ അടിമയായതുകൊണ്ട് തന്നെ സംഘപരിവാർ എന്ത് കൊടുത്താലും ചിലപ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് വലിയൊരു തമാശ എന്താണെന്ന് അറിയുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ശരിയാണ്. എന്നാൽ രവിചന്ദ്രൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ നിങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്രങ്ങളെ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ള വാദം ഞാൻ അംഗീകരിക്കുന്നില്ല. ആരംഗീകരിക്കുന്നില്ല? രവിചന്ദ്രൻ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് തൊട്ടുടനെ കുറച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെ എന്താ പറയാ, ഹിജാബ്, മതവസ്ത്രങ്ങൾ പബ്ലിക് സ്പേസിലൊക്കെ കൊണ്ടുവരുന്നതിന് എതിരാണ്. മതം കൂടുതലും ഇതിനെതിരെ എല്ലാത്തിനും അവരെതിരാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഹിജാബിന് വേണ്ടി പറയും. നോക്കൂ, ഇവിടെ പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് പബ്ലിക്കായിക്കൊണ്ട് മതവസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല. അത് മനസ്സിലാക്കണം. ഇത് തൊട്ട് മുമ്പാണ് രവിചന്ദ്രൻ പറഞ്ഞത് എന്ത്, ജെൻഡർ ന്യൂട്രലായ വസ്ത്രങ്ങളെ പാടുള്ളൂ എന്ന് പറയുന്നതിന് മൂപ്പര് അംഗീകരിക്കണില്ല. പല രീതിയിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി അത് പുതിയ ആശയമാണ്, ഒരു തീവ്രമായിട്ട് ആശയമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആണ്, പെണ്ണും ഒരേ യൂണിഫോം എന്ന് അവർക്ക് വേണമെങ്കിൽ വെച്ചോട്ടെ, കുഴപ്പമില്ല, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ജെൻഡറിന്റെ എല്ലാ
വ്യത്യസ്തകൾ മാറ്റുന്ന രീതിയിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലാണ്. ഈവൻ അത് മതസ്വാതന്ത്ര്യമാണെങ്കിൽ പോലും. അതായത് ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാകണം എന്നാൽ അതിനുശേഷം പറയുകയാണ് ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം ഇങ്ങനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിന് മൂപ്പര് അംഗീകരിക്കണില്ല. ഒന്ന് നോക്കൂ നിങ്ങൾ. അതായത് ഒരു മനുഷ്യന് തലച്ചോറ് വികൃതമായി പോയാലായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുക. വികൃതമാകുന്ന പറഞ്ഞാൽ അത്രയും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പറയുക എന്നുള്ളത്. ഇതുപോലെ മാരേജ് ആക്ട് ഇവിടെ വന്നു. എല്ലാവരും സാധ്യത എവിടെ നിങ്ങൾ സാധനം ചെയ്യുന്നില്ല, കൈയടിച്ച് കൈ തീർന്ന് കുഴഞ്ഞു വീഴുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? അടിക്കുന്നില്ല. പറയുന്നത് പോഷകാംശം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? റാവുത്തർക്ക് ഇഷ്ടമല്ല. അപ്പൊ ചില പറഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്ന ഹിന്ദു സ്ത്രീകളെയാണ്. അതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഹിന്ദു സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല, അതിനെ സപ്പോർട്ട് ചെയ്തോളാം. പക്ഷെ അത് റാവുത്തർ ചെയ്യാം. ഇതിലിപ്പോൾ എന്താ പറയണത്? ഇത് ബാധിക്കുന്നത് ഹിന്ദുക്കളെയാണ്. അതായത് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വിവാഹപ്രായം കൂട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഗുണമാണ്. അല്ലെങ്കിൽ അത് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു സ്ത്രീകൾക്കാണ് അത് നെഗറ്റീവായി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇടത് എന്ത് പറയത്രേ? ഹിന്ദുക്കൾക്കാണോ പക്ഷെ ഇത് എന്ന് പറയണം. അതായത് നോക്കൂ നിങ്ങൾ, RSS പറയുന്ന എല്ലാ ആശയങ്ങളും ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കള്ളത്തരം ഉണ്ടല്ലോ RSS പ്രചരിപ്പിക്കുന്നത്. അതിവിടെ എടുത്തു പറയുകയാണ് ഈ സംഘപരിവാർ അടിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CAA ബില്ലിവിടെ വരും. അവിടെ എന്താണ്? റെഫ്യൂജികളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബില്ലാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കാലാവധി കുറയ്ക്കാനായിട്ടുള്ള ബില്ലാണ്. ആ ബില്ല് എന്താണ് അതിനകത്തൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത്? നമ്മൾ ഇവിടെ നിലപാടുകാരാണ് നമ്മൾ കണ്ടത്. അത് ഒരു സെക്കുലർ കൺട്രിയിൽ മതം മാനദണ്ഡമാക്കി പൗരത്വം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ഫിൽറ്ററിനെ നമ്മൾ എതിർക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? മുസ്ലിം ഫിൽറ്റർ ഒഴിവാക്കി അത് നടപ്പിലാക്കണമെന്നാണ് ഏറ്റവും മാന്യമായ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നടപ്പിലാക്കില്ല. അറബിക്കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അന്റാർട്ടിക് ഓഷനിൽ എന്നൊക്കെയാണ്. കാരണം എന്താണ്? അത് വേറെത്തോട്ടാണ് ഇവർ പോകുന്നതെല്ലാം വേറെത്തോട്ടാണ് റേഡിയേറ്റ് ചെയ്ത് വേറെ ചില സ്ഥലങ്ങളിലാണ് ഇത് കൊള്ളുന്നത്. ആർക്കു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ആകെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. അതിനകത്ത് മുസ്ലിം ഫിൽറ്റർ എടുത്ത് കളയുക എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ അത് എടുത്ത് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതല്ല ചെയ്യുന്നത്. റെഫ്യൂജിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അതുപോലെ റെഫ്യൂജികൾ, പാലസ്തീൻ റെഫ്യൂജികൾ സൗദി അറേബ്യയിലോ ജോർഡനിലോ ഈജിപ്തിലോ ഇവരെ സ്വീകരിക്കുന്നില്ല. CAA ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം. CAA ബില്ലിൽ മുസ്ലിങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്നതിനെതിരെ മാത്രം പോയാൽ മതി എന്നാണ് പറയുന്നത്. എന്നിട്ട് തൊട്ട് ഉടനെ പറയുന്നത് എന്താ? ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനെ പൗരത്വം കൊടുക്കുന്നുണ്ടോ? ഇസ്ലാമിക രാജ്യങ്ങൾ റെഫ്യൂജീസിന് എടുക്കുന്നുണ്ടോ? രവിചന്ദ്ര, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. അതിന് മുസ്ലിം രാജ്യങ്ങളിൽ റെഫ്യൂജീസിന് എടുക്കുന്നുണ്ടോ റെഫ്യൂജീസിന് എടുക്കണില്ല എന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്താ ആവശ്യമുള്ളത്? നിങ്ങളിവിടെ ചെയ്യുന്നത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും കൂടി ഒറ്റക്ക് കെട്ടായിക്കൊണ്ട് സംസാരിക്കുക. അതായത് അവിടെ കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ആളുകൾ, അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് മറുപടി പറയേണ്ടത് നിങ്ങളാണ് മുസ്ലിങ്ങളെ എന്ന രീതിയിൽ നിന്നിട്ട് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുക എന്ന് പറയുന്ന വളരെ മോശം ഏർപ്പാടാണ് ഇവിടെ സംഘപരിവാർ അടിമ രവിചന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘപരിവാറിന്റെ സ്ട്രാറ്റജിയിൽപ്പെട്ടതാണ്. മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുക, മുസ്ലിങ്ങളെ മാറ്റുക. മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. അവര് വെറും എന്താണ്, ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ഉള്ളിൽ മാത്രമുള്ളതാണ് എന്ന തരത്തിലൂടെ പ്രചരിപ്പിക്കുക. മുസ്ലിം സ്വത്വത്തിൽ ആ മുസ്ലിം സ്വത്വത്തെ മാത്രം കണക്കാക്കുക. ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ പൂർണ്ണമായും അതിൽ നിന്ന് അടർത്തിയെടുക്കുക, മുസ്ലിങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുക എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഏർപ്പാടാണ് ഇവിടെ സംഘപരിവാറിന് വേണ്ടിയിട്ട് സംഘപരിവാർ അടിമ രവിചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് എത്നിക് ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ? കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം കാശ്മീർ പണ്ഡിറ്റുകളുടെ കാര്യം എന്താ പറയാത്തത്? അതുപോലെ തന്നെ ഈ എത്നിക് ക്ലെൻസിങ്ങിനെതിരാണ്, എല്ലാ എത്നിക് ക്ലെൻസിങ്ങിനെതിരാണ്. പക്ഷെ വാട്ട് അബൌട്ട് കാശ്മീർ പണ്ഡിറ്റ്സ്? ഒരു രാജ്യത്ത് തന്നെ അഗതികളായിട്ട് അല്ലെങ്കിൽ റെഫ്യൂജികളായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു സത്യത്തിൽ. കാരണം പലപ്പോഴും RSSകാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, സംഘപരിവാർ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന അവരെടുത്തുയർത്തി പറയുന്ന ഓരോ വിഷയങ്ങളും ഇവിടെ രവിചന്ദ്രൻ മുന്നോട്ട് വെക്കുന്നു. കാശ്മീർ പണ്ഡിറ്റുകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇസ്ലാമികമായിട്ട്. അതാണ് രവിചന്ദ്രൻ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് പ്രമാണബന്ധിതമായിക്കൊണ്ട് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അത്തരത്തിൽ ചെയ്യണമെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല രവിചന്ദ്ര. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വെറും ഒരു എന്താ പറയുക, സംഘപരിവാർ പറയുന്ന എല്ലാ പോയിന്റ്സും എടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന ഈ കാബഡ്യം എത്രത്തോളാണെന്നുള്ളത്. ഇനിയുണ്ട്. അടുത്തതായിട്ട് രവിചന്ദ്രൻ ചെയ്യുന്നത് ചില ഫോട്ടോകൾ കാണിക്കുകയാണ്. എന്നിട്ട് RSS കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കുറേ ഫോട്ടോസ്, അതിനപ്പുറത്ത് ഫാറൂഖിൻ്റെ ഫോട്ടോ. ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ.
എന്നിട്ട് RSSക്കാർ കൊന്ന ആളുകളെ മീഡിയ ഒരുപാട് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു, ഇടതുപക്ഷക്കാരെപ്പോഴും എടുത്ത് പറയുന്നു. എന്നാൽ ഫാറൂഖിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം. ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. എല്ലാ നാഷണൽ മീഡിയ അടക്കം തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യം ഫാറൂഖിൻ്റെ കേസ്. പക്ഷേ ഷാഗയിൽ ഇങ്ങനെയല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഷാഗയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് RSS കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് ഇടക്കിടക്ക് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും പിന്നെ അതേപോലെ തന്നെ ഇടതുപക്ഷക്കാരും എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി പറയട്ടെ, ഫാറൂഖ് എന്തോ ചെയ്യട്ടെ, എന്തോ ചെയ്യട്ടെ, അതിന് ശിക്ഷ നടപ്പിലാക്കേണ്ടത് അവിടെയുള്ള ഏതെങ്കിലും മുസ്ലിങ്ങളല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിലപാടാണ്. ഒരിക്കലും ജുഡീഷ്യറിയിൽ കോമൺ പീപ്പിളിന് കിടക്കാൻ കഴിയില്ല. അത് ജുഡീഷ്യറി തന്നെ തീർപ്പാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് ഇസ്ലാമിൻ്റെ ഭാഗം ഞാൻ കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് നിങ്ങൾ ഫാറൂഖിൻ്റെ കേസ് ഇവിടെ എടുത്ത് പറയുകയാണ്. ഇത് സംഘപരിവാറിന് വേണ്ടിയിട്ടല്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? സംഘപരിവാരാണ് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ വെക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇപ്പുറത്ത് RSS ആണ് വെക്കുന്നത്. RSSമാർ കൊന്നു കളഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഈ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ പല ആൾക്കാർ പേരൊക്കെ പറയുമ്പോൾ അത് അവർ SDPI പാർട്ടിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര പച്ചക്ക് സംഘപരിവാർ ആശയങ്ങൾ പറയുന്ന വേറൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നാസിയുടെ കൂട്ടത്തിലുണ്ടോ? ഇതെല്ലാം തന്നെ കേട്ടിട്ടും യാതൊരു പ്രശ്നവും തോന്നാത്ത അടിമയുടെ വേറെ കുറച്ച് അടിമകൾ മുന്നിലിരിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് RSS ഈക്വൽ ടു ISIS എന്ന് പറയുന്ന ഒരു സംഭവം മുമ്പ് ഇടത് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. അതെന്താണ് അത്ര കാരണം? RSS ഈക്വൽ ടു ഹമാസ് എന്ന് പറയേണ്ട സ്ഥിതി വിശേഷം വരും. ആര് പറഞ്ഞു? RSS ഈക്വൽ ടു ഹമാസ് എന്ന് പറയുകയാണെങ്കിൽ തീവ്രവാദ സംഘടനയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളാണ് ഹമാസിൽപ്പെട്ടവരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി തീവ്രവാദി എന്ന് പറയേണ്ടി വരും. മഹാത്മാഗാന്ധി പോലും ഫോട്ടോ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലിൽ നടക്കുന്നതുമാണ്. ഇസ്രായേലിൽ അവർ ഫലസ്തീനികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അവസാനം ഫലസ്തീനികൾ അവർ പുറത്താക്കുന്ന സ്ഥിതിവിശേഷം വന്നത്. നമുക്ക് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ അതിനെതിരെയാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണോ RSS പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വീഡിയോ ആക്കിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു രസകരമായൊരു കാര്യമുണ്ട്. അതായത് രവിചന്ദ്രൻ പറയാണ്, ഒരു വീഡിയോ അദ്ദേഹം കണ്ടെത്ര, റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ. ആ വീഡിയോയിൽ പിന്നെ അദ്ദേഹം കണ്ടത് ഹിന്ദുക്കൾ ആയാൽ തന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണ് എന്നുള്ളത് ആ വീഡിയോയിൽ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് T. ഷജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്ക് ആദ്യം കേട്ടോ. ഞാൻ ഈ അടുത്ത കണ്ട ഒരു വാർത്ത എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു. പത്രഭാഷയല്ല അത്. ഈ റിയാസ് മൗലവിയുടെ കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട സംബന്ധിച്ചുള്ള ഒരു വാർത്ത. പഴയ ഇതാണ്. പ്രോസിക്യൂഷൻ വളരെ വീക്കായിരുന്നു, സർക്കാരിനെതിരെ ആരോപണങ്ങളൊക്കെ വരുന്നു. ഓക്കെ, ഞാൻ അതൊന്നും അല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കും. ഇതിനകത്ത് റിയാസ് മൗലവിയെ പ്രതികൾ കൊല്ലുന്നു എന്ന് പറയാനായിട്ട് കാരണങ്ങൾ നിരത്തുന്ന പ്രോസിക്യൂട്ടർ നിരത്തുമ്പോൾ അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഈ പ്രതികൾക്ക് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയായിട്ട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, തർക്കം ഉണ്ടായിരുന്നു, മാത്രമല്ല ഇവർ RSS പ്രവർത്തകരായിരുന്നു. ഇതെല്ലാം കണ്ടന്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതൊന്നും അല്ല. RSSകാരായിരുന്നു, മുൻവൈരാഗ്യം ഉണ്ട്. ഓക്കെ, ഇവർ ഹിന്ദുക്കളാണ്. എന്നിട്ട് ഹിന്ദുക്കളായതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധം ഉള്ളത് കൊണ്ട് കൊലപാതകത്തിന്റെ റീസൺസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവതരിപ്പിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? ഒരു ഹിന്ദു ആണെങ്കിൽ മുസ്ലിമിനെ കൊല്ലാൻ എന്നുള്ള ഒരു കാരണമാവുകയാണോ? നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സ്റ്റേറ്റില് ഒരു കേസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാദമാണിത്. ഇവിടെ നോക്കൂ, എന്താണ് ഹിന്ദുക്കൾക്കെതിരെയാണ് ഈ പറയുന്നത്. നോക്കൂ, ഇത് നമ്മൾ കേൾക്കുന്നത് ഇത് എസൻസിന്റെ പ്ലാറ്റ്ഫോമിലാണ്. എസൻസിന്റെ നാസ്തിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഒരു ശാഖയിൽ നിന്നും പഠിപ്പിക്കപ്പെട്ട ഒരാൾ പറയുന്ന പോലെ പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ, ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ. കാരണം എന്താണെന്നറിയോ, എന്താണോ RSS പറഞ്ഞിട്ടുള്ളത്, എന്താണോ RSS ശാഖകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഒരു നാസ്തിക പിന്നെ എന്താണ് ഒരു പ്രോഗ്രാമിൽ പറയുന്നു. ഇവിടെ ഹിന്ദു ഇങ്ങനെ ഹിന്ദു ആയിക്കഴിഞ്ഞാൽ മുസ്ലിമിനെ ആക്രമിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിമിനെ കൊന്നുകളയും എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ് എന്നാണ് പറയുന്നത്. മുസ്ലിം ആയാൽ ഹിന്ദുവിനെ കൊന്നുകളയും എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇത്തരത്തിലൊരു പ്രയോഗം, ഇത്തരത്തിലൊരു കാര്യം ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ എത്ര വലിയ തെറ്റാണെന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? RSSന്റെ സ്ഥിരം ഏർപ്പാട് എന്ത്?
ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഒരാളില്ല. ഇടതുപക്ഷം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ പാർട്ടികളും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് RSSനെ സപ്പോർട്ട് ചെയ്യണം, RSSനെ ഉയർത്തി കൊണ്ടുവരണം എന്ന് പൊതുവായ ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുന്ന ഹിന്ദു മതവിശ്വാസികൾക്ക് അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ആശയങ്ങൾ മുഴുവൻ രവിചന്ദ്രൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുകൂടി നോക്കാം. ഈ പറയപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ടി ഷജിത്തിനെ സമയത്തോളം അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. പ്രോസിക്യൂഷനും പോലീസുമായിട്ട് അവർ കളിച്ചതാണ്, അവർ കൂടിയാലോചിച്ച് കാര്യങ്ങളാണ്. അങ്ങനെ റിയാസ് മൗലവിയുടെ ഘാതകരെ അവരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വലിയൊരു വിമർശനം കോടതി അടക്കം തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എതിരെ വന്ന പല ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് RSS വക്താവാണ് ഇവർ എന്നുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ RSS ആണ് ഇത് ചെയ്തത് എന്നുള്ളത് അദ്ദേഹം ഈ വിഷയത്തിന് മറുപടി പറയുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇവർ RSSകാരായിരുന്നു, റിയാസ് മൗലവിയെ കൊന്ന ആളുകൾ RSSകാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷികൾ മുഴുവൻ കൂറുമാറി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ സമയത്തോളം മൊബൈൽ ഫോണുകൾ കൃത്യമായി അവിടെ എന്ത് ചെയ്തില്ല, കൃത്യമായി വേണ്ടത് ചെയ്തില്ല, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ല. അതേപോലെ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ആളുടെ വസ്ത്രത്തിൽ നിന്ന് റിയാസ് മൗലവിയുടെ DNA അടങ്ങിയിട്ടുള്ള രക്തം കിട്ടി എന്നുള്ളതിൽ ഈ വ്യക്തിയുടെ DNA കൂടി എടുക്കേണ്ടതാണ് എന്ന് കോടതി പരാമർശിച്ചത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മുമ്പിലെ വിഷയം, അല്ലാതെ ഹിന്ദു മുസ്ലിം ഇങ്ങനെയൊന്നുമല്ല എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം പറഞ്ഞ ഉടനെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അദ്ദേഹം പറയുന്നത് കേട്ടോ. ഈ RSS ബന്ധം എന്നുള്ളത് ഈ RSS ബന്ധം തന്നെയാണോ ഇങ്ങനെ ഒരു കൊലയിലേക്ക് നയിച്ചതാണോ നിങ്ങളുടെ നിഗമനം? അതായത് ഇത് ഈ അദ്ദേഹത്തോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സമുദായത്തോടുള്ള വൈരാഗ്യം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്നാണോ, അത് മറ്റെന്തെങ്കിലും? അത് മാത്രമാണ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾക്ക് കുറ്റപത്രം എൻ്റെ കയ്യിലുണ്ട്. ഈ കുറ്റപത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കുറ്റപത്രം തന്നെ കോടതി ഫ്രെയിം ചെയ്തിരിക്കുന്നത് പ്രതികൾക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടും മുസ്ലിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടും അതിൻ്റെ കൂടെ RSS ആയതുകൊണ്ടും എന്നാണ്. അതിൽ RSS ആണെന്ന് കാണിക്കാൻ 4 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ച് 4 കൂറുമാറി. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് ഷജിത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറയുക, അദ്ദേഹത്തെ സമയത്തോളം ഇത് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള വിഷയമല്ല, RSS ആണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു വിമർശനത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഹിന്ദു ആണ് എന്ന് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ, 2 ആൾക്കാരും മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു വൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ അതിൽ ഹിന്ദു ആണ്, മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് എന്തുണ്ടായിരുന്നു, ചില വൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അപ്പോൾ തന്നെ കൃത്യമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഹിന്ദു ആണ് എന്ന് കരുതി മുസ്ലിങ്ങളോട് ഇങ്ങനെ വെറുപ്പുണ്ടാവും അല്ലെങ്കിൽ വൈര്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ, ഈ 3 ആളുകളെ പറ്റിയാണ് പറയുന്നത്, അവർക്ക് മതവൈര്യവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിരോധവും തെളിയിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്കെല്ലാം മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാവണമെന്നില്ല, അങ്ങനെയില്ലല്ലോ. എല്ലാ ഹിന്ദുക്കളെ പറ്റി പറയണില്ലല്ലോ. 1 മുതൽ 3 വരെ പ്രതികൾക്കുള്ള വിരോധം. നോക്കൂ നിങ്ങൾ, ഈ വീഡിയോ അദ്ദേഹം കാണിക്കുന്ന ആ വീഡിയോയിൽ നിന്ന് തന്നെ ഒന്നും കെട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അദ്ദേഹം കൃത്യമായി ഷജിത്ത് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ടി ഷജിത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇവരെ കുറിച്ച് മതവുമായി ബന്ധപ്പെട്ടൊരു വൈര്യമുള്ള ആളുകളാണ് ഇവർ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത രീതിയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംഘപരിവാർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി RSS നിൽക്കേണ്ട ഒരാവശ്യങ്ങളില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മനുഷ്യർക്കിടയിൽ വർഗീയത ഉണ്ടാക്കുകയും ആ വർഗീയതയുടെ മറവിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഉയർപ്പിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് RSS കാബാലികർ നടത്തുന്ന ഈ വൃത്തികെട്ട ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാടിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് അടിമപ്പണി ചെയ്യുന്ന വെറുമൊരു സംഘപരിവാര അടിമയാണ് രവിചന്ദ്രൻ എന്നുള്ളതാണ് ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഈ ഒരു വീഡിയോ മൊത്തത്തിൽ അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രവിചന്ദ്രൻ ഇടത് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് മുമ്പത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ മുഴുവൻ എടുത്ത് ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇടതെന്നാൽ ഇസ്ലാമാണെന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നത് സംഘപരിവാരാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ആ പാർട്ടി പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഭൂരിപക്ഷമായ ഹിന്ദുക്കളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് RSS പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആശയം നേരെ എടുത്ത് പറയുമ്പോൾ താനൊരു സംഘപരിവാർ അടിമയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുമോ എന്നുള്ളതിനാൽ ഈ രവിചന്ദ്രൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഇടതുപക്ഷത്തിന് മുസ്ലിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇസ്ലാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ അവർക്ക് പോകും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യൂലല്ലോ സംഘപരിവാറിൻ്റെ ആളാണെങ്കിൽ എന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ എന്താണ് അതിനപ്പുറത്തെ കേസ് എന്താ, അതിന് മറുപുറം എന്ന് പറയുന്നത് എന്താണ്, മുസ്ലിങ്ങളല്ലാത്ത മറ്റു സമുദായങ്ങളുടെ വോട്ടുകൾ മുഴുവൻ ആർക്ക് നഷ്ടപ്പെടും, ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടും.
ഇതാണ് സ്ഥിതി. അത് അദ്ദേഹം അവിടെ പറയണേയില്ല, രവിചന്ദ്രൻ അവിടെ പറയണേയില്ല. ഇനി ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കാര്യമൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മൂപ്പര് ചെയ്യുന്നത് പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് പോയിക്കൊണ്ട് അവിടുത്തെ ലെഫ്റ്റ് അവിടുത്തെ റൈറ്റ് ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് വന്നിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരിക. എന്നിട്ട് എല്ലാത്തിനും ലാസ്റ്റ് കൊണ്ടിട്ട് എന്ത് പറയും? ഇസ്ലാമിനെതിരെ ആരൊന്നും പറയില്ല, ഇടത് പറയില്ല. അപ്പോൾ പിന്നെ ആര് പറയും? പറയുന്നത് RSS ആണ്. അപ്പോൾ നിങ്ങൾ RSS ആവുക, RSSന്റെ ഭാഗമാകുക എന്നാ പറയുന്നത്. അങ്ങനെ ആ ശാഖയിൽ നിന്നും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാസ്തിക പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഇതാണ്, സംഘപരിവാറിൻ്റെ ഒരടിമയായിക്കൊണ്ട് രവിചന്ദ്രൻ മാറിക്കഴിഞ്ഞു. സംഘപരിവാർ അതന്നെ, നമ്മൾ രവിചന്ദ്രൻ സംഖ്യയാണ് എന്നല്ല, രവിചന്ദ്രൻ സംഘപരിവാർ അടിമയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.